വിടവാങ്ങിയത് CPM-ലെ തലമുതിർന്ന നേതാവ്. കേരള രാഷ്ട്രീയത്തിൽ 8 പതിറ്റാണ്ട് നീണ്ട പോരാട്ട ജീവിതം VS-ന്റെ ജീവിതയാത്രയിലൂടെ. രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് യാത്ര പറയുമ്പോൾ അതൊരു നൂറ്റാണ്ടിന്റെ നഷ്ടമാവുകയാണ്. ശക്തമായ വാക്കുകളും തീരുമാനങ്ങളും എടുത്ത മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിലേക്ക്. പ്രായം തളർത്താത്ത ശക്തനായ നേതാവ്. എന്റെ വൃദ്ധത്വം തല നരക്കാത്തതല്ല, എന്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പഞ്ചായത്തിൽ വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനായി 1923 ഒക്ടോബർ 20 ജനിച്ച വേലിക്കകത്ത് അച്യുതാനന്ദനായി വളർന്ന പിന്നീട് VS അച്യുതാനന്ദനായി മാറ്റം. ഒടുവിൽ VS എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രികതയിൽ മലയാളികളുടെയാകെ ജനകീയ നേതാവ്. ആ ചരിത്ര മുന്നേറ്റത്തിന്റെ അനിതര സാധാരണത്വം എപ്പോഴും അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. സമരധന്യമായ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ കനലും കണ്ണീരും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായ ബാലൻ. ഇവിടെ നിന്നാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകനായ VS-ലേക്കുള്ള പടവുകൾ കയറിയത്. പിഴച്ചുപോയെന്ന തോന്നലുണ്ടായപ്പോഴെല്ലാം ഇതല്ല തന്റെ പാർട്ടിയെന്ന് പറയാതെ പറയുകയായിരുന്നു VS അച്യുതാനന്ദൻ. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPM എന്ന പാർട്ടി രൂപീകരിച്ചതു മുതൽ TP ചന്ദ്രശേഖരൻ വധം വരെയുള്ള എണ്ണമില്ലാത്ത ഉദാഹരണം പറയാനുണ്ട്. 1965 മുതൽ 2016 വരെ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് VS വിജയിച്ചു കയറിയത്. പക്ഷേ മുഖ്യമന്ത്രിയാകുന്നതിനു മുൻപ് അച്യുതാനന്ദൻ ഒരു മന്ത്രിസഭയിലും അംഗമായിരുന്നില്ല എന്നതും ശ്രദ്ധേയം. പലപ്പോഴും പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ VS തോൽക്കുകയോ VS ജയിക്കുമ്പോൾ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയോ ചെയ്തു. 1967-ലും 2006-ലും ഒഴികെ അദ്ദേഹം ജയിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാരസ്ഥാനത്തിന് പുറത്തായിരുന്നു. 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മാരാരിക്കുളത്തെ തോൽവിയോടെ അതില്ലാതായി. പിന്നീട് ഏറെ വിവാദങ്ങൾക്ക് ശേഷം 2006-ൽ ആ നിയോഗത്തിലേക്ക് VS എത്തിപ്പെടുകയും ചെയ്തു. VS-നെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സ്വന്തം ചേരിയിൽ നിന്നുള്ളവർ തന്നെ പലപ്പോഴും മുൻകൈയെടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ധാരാളം ശത്രുക്കളെയും സൃഷ്ടിച്ചു ഇക്കാലയളവിൽ VS. വെട്ടിനിരത്തൽ നേതാവെന്ന ആരോപണവും നേരിട്ടു. പാർട്ടി നേരിട്ട ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു 1980-ലെ MV രാഘവൻ ഉൾപ്പെടെയുള്ള 9ഓളം നേതാക്കൾ ബദൽ രേഖയുമായി രംഗത്തെത്തിയപ്പോൾ പാർട്ടി ഒരു വേള വീണ്ടും പിളർപ്പിലേക്ക് പോകുമെന്ന തോന്നൽ പോലുമുണ്ടായി. ഇക്കാലത്ത് പാർട്ടിയെ ചെങ്കൊടിക്ക് കീഴിൽ ഉറപ്പിച്ചു നിർത്തിയതിൽ VS വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. പാർട്ടിയിൽ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തീരുമാനങ്ങളെ പരസ്യമായി എതിർക്കുകയും നടപടി വരുമ്പോൾ ഒന്നും മിണ്ടാതെ സ്വീകരിക്കുന്നതും പാർട്ടി തന്റേതാണെന്ന VS-ന്റെ ഉറച്ച വിശ്വാസത്തിന്മേലായിരുന്നു. അതിലേറ്റവും ഒടുവിലത്തേതായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സ്വീകരിച്ച നിലപാട്. CPM-നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ 2012-ലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി VS സ്വീകരിച്ച പരസ്യ നിലപാടുകൾ അദ്ദേഹത്തെ പാർട്ടിയിൽ വലിയ രീതിയിലാണ് ഒറ്റപ്പെടുത്തിയത്. വിലക്ക് ലംഘിച്ച് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ സന്ദർശിക്കാനായി വടകര ഒഞ്ചിയത്ത് TPയുടെ വീട്ടിലെത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. പക്ഷേ അതൊരിക്കൽ കൂടെ VS-നെ ജനകീയനാക്കുകയും ചെയ്തു. വിഭാഗീയതയുടെ പേരിൽ പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും നീക്കം ചെയ്യപ്പെട്ടത് വലിയ ചർച്ചയായെങ്കിലും പാർട്ടി തീരുമാനത്തിനെതിരെ ഒരക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല VS. എല്ലാം ശിരസാവഹിക്കുകയും തന്റെ നിലപാട് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. VS എന്ന ചുരക്കെഴുത്തിന് വിവാദങ്ങളുടെ സഖാവ് എന്ന വിളിപ്പേര് കൂടിയുണ്ട്. അത്രമാത്രം റിബലായിരുന്നു പാർട്ടിയിൽ VS. അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനതകളില്ലാത്ത പാർട്ടി നടപടികൾക്കും VS വിധേയനായി. ഒടുവിൽ ചുമതലകളെല്ലാം ഒഴിഞ്ഞ വിശ്രമ ജീവിതം. 102-ലേക്ക് കടക്കാനിരിക്കെ ജനകീയ നേതാവ് ഓർമ്മയിലേക്ക്. ജനം, തിരുവനന്തപുരം.